ഹലോ നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലെക്ചർസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ഇംപ്രൂവിങ് ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ എന്താണ് ഗ്രൂപ്പ് ഡൈനാമിക്സ്, അതെങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നതൊക്കെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്റ്റഡിയാണ്. ആസ് എ സ്റ്റഡി ഓഫ് ഹൗ ഇൻഡിവിജ്വൽസ് ഇൻറ്ററാക്ട്, ബിഹേവ് ആൻഡ് ഇൻഫ്ലുവൻസ് ഈച്ച് അതർ വിത്തിൻ എ ഗ്രൂപ്പ് സെറ്റിംഗ്. ഒരു ഗ്രൂപ്പ് സെറ്റിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് അതിനകത്തുള്ള മെമ്പേഴ്സ് പരസ്പരം എങ്ങനെ ഇൻറ്ററാക്ട് ചെയ്യുന്നു, ബിഹേവ് ചെയ്യുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചൊക്കെയും ഉള്ള ഒരു സ്റ്റഡിയാണ് ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഡൈനാമിക്സ് മെയിനായിട്ടും ഗ്രൂപ്പ് കൊഹിഷനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാ പറയുക. അപ്പോൾ ഗ്രൂപ്പ് കൊഹിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡിഗ്രി ടു വിച്ച് മെമ്പേഴ്സ് ആർ അട്രാക്റ്റഡ് ടു ആൻഡ് മോട്ടിവേറ്റഡ് ടു റിമെയിൻ ഇൻ ദ ഗ്രൂപ്പ്. ആളുകൾ പരസ്പരം തമ്മിലുള്ള ഒരു അട്രാക്ഷൻ, അതായത് ആ ഒരു ഗ്രൂപ്പിൽ തന്നെ നിലനിന്ന് എന്താണോ ആ ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് ഒന്നിച്ചെത്താനുള്ള അവരുടെ ആ ഒരു എന്താ പറയുക, അതിൽ തന്നെ റിമെയിൻ ചെയ്യാനുള്ള അവരുടെ ആ ഒരു മോട്ടിവേഷനെയാണ് എന്ത് പറയുന്നത്, ഗ്രൂപ്പ് ഡൈനാമിക്സ് അല്ലെങ്കിൽ അതേപോലെ അതുമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് കൊഹഷൻ എന്നതുകൊണ്ട് അത് ഒട്ടിച്ചേർന്ന് നിൽക്കാനുള്ള ആ ഒരു ടെൻഡൻസി കേട്ടോ, അതാണ് ഗ്രൂപ്പ് കൊഹഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കി എന്താ നമ്മൾ ടെക്സ്റ്റിൽ പറയണമെന്ന് നോക്കാം. വാട്ട് ആർ ഗ്രൂപ്പ് ഡൈനാമിക്സ്, എന്താണ് ഗ്രൂപ്പ് ഡൈനാമിക്സ് നോക്കാം. Kurt Lewin, a social psychologist and change management expert, is credited with coining the term group dynamics in the early 1940s. He noted that people often take on distinct roles and behaviors when they work in a group. Group dynamics describes effects of these roles and behaviors on other group members and on the group as a whole. അതായത് ഓരോ വ്യക്തികളും ഒരു ഗ്രൂപ്പിൽ നിൽക്കുന്ന സമയത്ത് അവർ ഓരോരുത്തരും സ്വയം ഏറ്റെടുക്കുന്ന ചില റോളുകളും സ്വയം ഉണ്ടാകുന്ന ചില സ്വഭാവ സവിശേഷത അല്ലെങ്കിൽ പെരുമാറ്റങ്ങളും ഉണ്ടെന്നാണ് പറയണം. ആ ഓരോരുത്തരും ഏറ്റെടുക്കുന്ന ആ റോള് അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ആ ഒരു പെരുമാറ്റ രീതി, അവർ കാണിക്കുന്ന ഒരു ബിഹേവിയർ മറ്റുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ മൊത്തത്തിലുള്ളൊരു ഗ്രൂപ്പിനെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ വ്യക്തികളുടെയും സ്വഭാവവും പെരുമാറ്റവും എങ്ങനെ മറ്റുള്ള വ്യക്തികളെയും ആ ഗ്രൂപ്പിനെയും ബാധിക്കുന്നു എന്നതാണ് ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ ഗ്രൂപ്പ് വിത്ത് എ പോസിറ്റീവ് ഡൈനാമിക് ഇസ് ഈസി ടു സ്പോട്ട്. ഒരു ഗ്രൂപ്പ് വളരെ പോസിറ്റീവായൊരു ഡൈനാമിക് ഉള്ളൊരു ഗ്രൂപ്പാണ്, നമുക്ക് ഈസി ആയിട്ട് അത് കണ്ടെത്താം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീം മെമ്പേഴ്സ് ട്രസ്റ്റ് വൺ അനദർ. 3 മെമ്പേഴ്സ് തമ്മിൽ പരസ്പരം നല്ല വിശ്വാസം ഉണ്ടായിരിക്കും. ദേ വർക്ക് ടുവേർഡ്സ് കളക്റ്റീവ് ഡിസിഷൻ, ഒന്നിച്ചുള്ള ഒരു ഡിസിഷനിലേക്ക് അവർക്ക് എത്താൻ സാധിക്കും. ആൻഡ് ദേ ഹോൾഡ് വൺ അനദർ അക്കൗണ്ടബിൾ ഫോർ മേക്കിംഗ് ദിസ് ഹാപ്പൻ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാനും വളരെ അക്കൗണ്ടബിൾ ആയിട്ട് നിൽക്കാനും ആരെ കൊണ്ട് സാധിക്കും, ഇത്തരത്തിൽ പോസിറ്റീവ് ഡൈനാമിക് ഉള്ള ഒരു ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ കൊണ്ട് സാധിക്കും. അതേസമയം നമ്മൾ എന്ത് പറയാം, ആസ് വെൽ ആസ് ദിസ് റിസർച്ചേഴ്സ് ഹാവ് ഫൗണ്ട് ദാറ്റ് വെൻ എ ടീം ഹാസ് എ പോസിറ്റീവ് ഡൈനാമിക് ഇറ്റ്സ് മെമ്പേഴ്സ് ആർ നിയർലി ട്വൈസ് ആസ് ക്രിയേറ്റീവ് ആസ് എൻ ആവറേജ് ഗ്രൂപ്പ്. ഒരു സാധാരണ ഗ്രൂപ്പിനേക്കാൾ ഒരു പോസിറ്റീവ് ഡൈനാമിക് ഉള്ള ഗ്രൂപ്പിലുള്ള വ്യക്തികൾക്ക് ഇരട്ടി അല്ലെങ്കിൽ ട്വൈസ് ആയിട്ട് ക്രിയേറ്റീവായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. അതായത് ഗ്രൂപ്പിലെ മെമ്പേഴ്സ് തമ്മിൽ നമ്മൾ പറഞ്ഞ ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്നാണ് മനസ്സിലായല്ലോ, തമ്മിലുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ അവർക്ക് നിലനിൽക്കാനുള്ള ഒരു എന്താ പറയുക മോട്ടിവേഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താ പറയുക ബന്ധം, ഓരോരുത്തരുടെയും ബിഹേവിയർ മറ്റുള്ളവരെ പോസിറ്റീവായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ആ മുന്നോട്ട് അവരെന്താണ് എയിം ചെയ്തിരിക്കുന്നത് അതിലേക്ക് പെട്ടെന്ന് എത്താനും പോസിറ്റീവായ രീതിയിൽ കൊണ്ടുപോകാനും ഉള്ള ആ ഒരു സംഭവത്തിനാണ് ഉദ്ദേശിക്കുന്നത്, കണക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് പോസിറ്റീവ് ആണെങ്കിൽ ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സിന് ഒരു സാധാരണ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനേക്കാൾ ഉപരിയായിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കുമെന്നാണ് പറയണം. ഇനി ഗ്രൂപ്പ് വിത്ത് പുവർ ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഇതേ സാധനം നെഗറ്റീവ് ആവാം, അതായത് ഗ്രൂപ്പ് ഡൈനാമിക്സ് കുറവായിരിക്കാം. പീപ്പിൾസ് ബിഹേവിയർ ഡിസ്റപ്റ്റ്സ് വർക്ക്. അവിടെ ഈ ഓരോരുത്തരുടെയും പ്രവൃത്തി അല്ലെങ്കിൽ സ്വഭാവം എന്ത് ചെയ്യും, ആ മൊത്തം വർക്കിനെ തന്നെ ആകെ എന്താ പറയുക ഇളക്കി മറിക്കുന്ന പറയണം. ആസ് എ റിസൾട്ട് ദ ഗ്രൂപ്പ് മേ നോട്ട് കം ടു എനി ഡിസിഷൻ ഓർ ഇറ്റ് മേ മേക്ക് ദ റോങ് ചോയ്സ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ ഗ്രൂപ്പിന് പ്രത്യേകിച്ച് ഒരു ഡിസിഷൻ എടുക്കാനും സാധിക്കില്ല, എടുക്കുകയാണെങ്കിൽ തന്നെ അതൊരു റോങ് ചോയ്സ് ആവുകയും ചെയ്യും. ബിക്കോസ് ഗ്രൂപ്പ് മെമ്പേഴ്സ് കുഡ് നോട്ട് എക്സ്പ്ലോർ ഓപ്ഷൻസ് എഫക്റ്റീവ്ലി. കാരണം എന്താ, ഓരോ മെമ്പറിനും അവരുടേതായ രീതിയിൽ പോസിറ്റീവായ രീതിയിൽ അല്ലെങ്കിൽ എന്താ പറയുക എഫക്റ്റീവായ രീതിയിൽ പോയിന്റ്സ് പറയാൻ സാധിക്കുന്നില്ല. കാരണം അവിടെ എന്താ പ്രശ്നം, അവിടെ നെഗറ്റീവായിട്ടാണ് അവരുടെ ഗ്രൂപ്പ് ഡൈനാമിക്സ്, അവിടെ അവർ തമ്മിലുള്ള കണക്ഷൻ വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്താണ്, നെഗറ്റീവ് ഗ്രൂപ്പ് ഡൈനാമിക്സ് ആണ്, അതിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകത എന്താണെന്ന് മനസ്സിലായില്ലേ. ഇനി വാട്ട് കോസസ് പുവർ ഗ്രൂപ്പ് ഡൈനാമിക്സ്, പുവർ ഗ്രൂപ്പ് ഡൈനാമിക്സിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കണം. അപ്പോൾ എന്തൊക്കെയാണ്, ഫസ്റ്റ് വൺ വീക്ക് ലീഡർഷിപ്പ്. When a team lacks a strong leader, a more dominant member of the group can often take charge. This can lead to a lack of direction, infighting, or a focus on the wrong priorities.
ഒരു ലീഡർഷിപ്പ് ഇല്ല എന്ന് വിചാരിക്കാം. ഒരു ഗ്രൂപ്പിന് ഒരു നല്ല രീതിയിലുള്ള ഒരു ലീഡർഷിപ്പ് ഇല്ല, അല്ലെങ്കിൽ ഉള്ള ലീഡർഷിപ്പ് ഭയങ്കര വീക്കാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു? ആവശ്യമുള്ള തീരുമാനങ്ങൾ എടുക്കാനോ മറ്റ് മെമ്പേഴ്സിനെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ഒരു വ്യക്തി ഇല്ലാതെയാവുന്നു. അപ്പോൾ കൂട്ടത്തിൽ ആരാണോ കുറച്ച് ഡോമിനൻ്റായി നിൽക്കുന്നത് അവർ അവിടെ സ്ഥാനം കയ്യാറും. അപ്പോൾ അവർ കയറി അവിടെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അവർ തമ്മിലൊരു ഫൈറ്റ് വരും. അവർ തമ്മിലുള്ളൊരു ഡയറക്ഷൻ കൊടുക്കുന്ന രീതിക്ക് ഒരു അക്സെപ്റ്റ് ചെയ്യായ്മയും അങ്ങനത്തെ കുറേ ക്ലാഷുകൾ വരും. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? പുവർ ഗ്രൂപ്പ് ഡൈനാമിക്സ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ളൊരു ഗ്രൂപ്പ് ഡൈനാമിക്സ് ആണ് അവിടെ സംഭവിക്കുക. അടുത്ത ഒരു റീസൺ, excessive defense to authority. This can happen when people want to be seen to agree with the leader and therefore hold back from expressing their own opinions. അതായത് ഒരു ലീഡർ ഉണ്ട്. ഫസ്റ്റത്തെ പ്രശ്നം എന്തായിരുന്നു? ശരിക്കും ഒരു ലീഡർ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പ് ഡൈനാമിക്സ് നല്ല രീതിയിൽ ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം പറയുന്നത്, ഒരു ലീഡർ ഉണ്ട്, ആ ലീഡർ പറയുന്നത് തന്നെയാണ് എല്ലാം എന്ന് വിചാരിച്ചിട്ട് അതിനപ്പുറത്തേക്ക് ഞാനൊന്നും പറയണ്ട എന്ന് വിചാരിച്ച് ഗ്രൂപ്പിലുള്ള മറ്റാളുകൾ അവരുടെ ഐഡിയയിൽ എക്സ്പ്രസ് ചെയ്യാതിരിക്കുക, മനഃപൂർവ്വം എക്സ്പ്രസ് ചെയ്യാതിരിക്കുക. മാക്സിമം ആ ഒരു എന്താ പറയുക, അധികാരം മുഴുവൻ നമ്മുടെ ലീഡർക്ക് കൊടുക്കുക. ലീഡർ തന്നെ തീരുമാനിച്ചാൽ മതി, ഞങ്ങളൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് ഇവർ വായടച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ആകെ ലീഡറുടെ ഐഡിയ മാത്രമേ വരുള്ളൂ. അവിടെ എന്ത് സംഭവിക്കില്ല? കൂടുതൽ ക്രിയേറ്റിവിറ്റി വരില്ല, കൂടുതൽ പോയിന്റ്സ് വരില്ല, ബെറ്റർ റിസൾട്ട് വരില്ല. സോ അവിടുത്തെ ഗ്രൂപ്പ് ഡൈനാമിക്സ് പുവറായി മാറും. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ബ്ലോക്കിംഗ്. ദിസ് ഹാപ്പൻസ് വെൻ ടീം മെമ്പേഴ്സ് ബിഹേവ് ഇൻ എ വേ ദാറ്റ് ഡിസ്റപ്റ്റ്സ് ദ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഇൻ എ ഗ്രൂപ്പ്. പീപ്പിൾ ക്യാൻ അഡോപ്റ്റ് ബ്ലോക്കിംഗ് റോൾസ് സച്ച് ആസ്, അതായത് ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീം മെമ്പേഴ്സ് ബിഹേവ് ചെയ്യുക, അതായത് ഒരു ഫ്ലോ ഓഫ് ഇൻഫർമേഷനെ ഒരു ഓർഡറിൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണ്, അവിടെ ഓരോരുത്തരും അവരുടേതായ ഐഡിയകൾ പറയുകയാണ്, അവിടെ അതിനൊരു ഇടകയറുക അല്ലെങ്കിൽ ഒരു ഡിസ്റപ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ നിന്ന് മെമ്പേഴ്സ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ബ്ലോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും ഏതൊക്കെ നമ്മൾ പറയില്ലേ വില്ലന്മാരെന്നൊക്കെ പറയില്ല, അതുപോലെ ഒരു ഗ്രൂപ്പിനെ മോശമാക്കാൻ പറ്റുന്ന കുറച്ച് എന്താ പറയുക ആ ഒരു സ്വഭാവ സവിശേഷതകളുള്ള ആളുകളെ നീ കാണിക്കാൻ പോകുന്നത്. ഒന്ന് അഗ്രസറാണ്. അഗ്രസർ എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് പേഴ്സൺ ഓഫൺ ഡിസഗ്രീസ് വിത്ത് അതേഴ്സ് ഓർ ഇസ് ഇൻഅപ്രോപ്രിയേറ്റ്ലി ഔട്ട് സ്പോക്കൺ. മറ്റുള്ളവരുമായിട്ട് ഒരിക്കലും ഒത്തുപോയില്ല, എപ്പോഴും മറ്റുള്ളവർ പറയണതൊക്കെ എതിർത്തുകൊണ്ടിരിക്കും, കാര്യമായ രീതിയിൽ ഒന്നും അവിടെ കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യൂല. ദ നെഗേറ്റർ. ദിസ് ഗ്രൂപ്പ് മെമ്പർ ഇസ് ഓഫൺ ക്രിട്ടിക്കൽ ഓഫ് അതേഴ്സ് ഐഡിയാസ്. ഇയാൾ എന്താ പറയുക, അവർ പറയുന്നതിൻ്റെ ഒക്കെ നേരെ തിരിച്ച് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കലായിട്ട് പറയും. മറ്റേ ആൾ ഒന്നും എഗ്രി ചെയ്ത് കൊടുക്കില്ല. നെഗേറ്റർ എന്ന് പറയുമ്പോൾ എന്താ പറയാൻ, ആരെന്ത് പറഞ്ഞാലും അതിൽ കുറ്റം കണ്ടുപിടിക്കും. ദ വിത്ഡ്രോവർ. ദിസ് പേഴ്സൺ ഡസൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസ്കഷൻ. വിത്ഡ്രോവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിസ്കഷനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ ഞാൻ ഈ വഴിക്കാരനല്ലേ എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന ആൾക്കാർ. ദ റെക്കഗ്നിഷൻ സീക്കർ. ദിസ് ഗ്രൂപ്പ് മെമ്പർ ഇസ് ബോസ്റ്റ്ഫുൾ ഓർ ഡോമിനേറ്റ് സെഷൻ. ഇങ്ങനത്തെ ആളുകളെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ടാവും. ഇത് ഓരോരുത്തരും നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ലൈഫിൽ, കോളേജിലോ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, എസ്പെഷ്യലി കോളേജൊക്കെ പഠിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഒരു ഗ്രൂപ്പിൽ ഒരാളുണ്ടായിരിക്കും, അയാൾ എല്ലാവരും എന്നെ ശ്രദ്ധിക്കണമെന്ന് വിചാരിച്ച് ഞാൻ ഭയങ്കര സംഭവമാണ്, എനിക്ക് എല്ലാ വിഷയത്തിനെ കുറിച്ച് അറിയാമെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ ഡോമിനേറ്റ് ചെയ്യുന്നൊരു വ്യക്തി. ഇനി ജോക്കർ. ദിസ് പേഴ്സൺ ഇൻട്രൊഡ്യൂസസ് ഹ്യൂമർ അറ്റ് ഇൻഅപ്രോപ്രിയേറ്റ് ടൈംസ്. ഭയങ്കര സീരിയസ് ആയിട്ടൊരു കാര്യമായി എല്ലാവരും തല പെരുത്തിരിക്കുമ്പോൾ അതിനിടയിൽ കൂടെ കയറി ചളിയടിക്കുമെന്ന് പറയില്ലേ, അങ്ങനത്തെ ആളുകൾ. ഇത്തരത്തിലുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ശരിയായ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനെ ബ്ലോക്ക് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവരും എന്തിന് കാരണമാണ്? ഒരു പുവർ ഗ്രൂപ്പ് ഡൈനാമിക്സ് സൃഷ്ടിക്കുന്നതിന് റീസണാണ്. അടുത്ത് ഗ്രൂപ്പ് തിങ്ക്. This happens when people place a desire for consensus above their desire to reach a right decision. This prevents people from fully exploring alternative solutions. അതായത് ചില ആളുകൾക്ക് എപ്പോഴും താല്പര്യം ഉണ്ടാവുക ഒരു സമവായത്തിൽ പോകാനായിരിക്കും. അതായത് പല പോയിന്റ്സ് കൊണ്ടുവന്നതിനകത്തൊരു ക്ലാഷ് ആക്കി അതിൽ നിന്നും ഒരു പോയിന്റിലേക്ക് എത്തുക, അതിനൊന്നും താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് എന്താണ് ഒരു റൈറ്റ് ഡിസിഷനിൽ എത്തുക എന്നതിലുപരിയായിട്ട് അവർക്ക് താല്പര്യം എപ്പോഴും അവർക്കൊരു സമവായത്തിൽ പോവുക, വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് അങ്ങനെ മുന്നോട്ട് പോവുക എന്നൊരു ഐഡിയയിലായിരിക്കും ആ ഒന്നിച്ച് മുന്നോട്ട് പോകുന്ന. അപ്പോൾ അതിലെന്ത് ചെയ്യും, മനഃപൂർവ്വം അവരുടെ ചിലപ്പോൾ ഒരു സൊല്യൂഷനിലേക്ക് എത്താറായിട്ടുണ്ടാവും. അപ്പം നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും ഇതിനൊക്കെ ബെറ്റർ ഒരു സൊല്യൂഷൻ എൻ്റെ ഉണ്ട് എന്ന് തോന്നിയാൽ പോലും അയാൾ അത് വിഴുങ്ങും. കാരണം ഇപ്പം എന്തായാലും അങ്ങനെ ഒരു ലെവലിൽ എത്തിയല്ലോ, ഇനിയിപ്പോൾ അത് അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ച് ഒഴിവാക്കി വിടുന്നവർ. പിന്നെന്താ, ഫ്രീ റൈഡിങ്. ഹിയർ സം ഗ്രൂപ്പ് മെമ്പേഴ്സ് ടേക്ക് ഇറ്റ് ഈസി ആൻഡ് ലീവ് ദെയർ കൊളീഗ്സ് ടു ഡു ഓൾ ദ വർക്ക്. ചിലരെന്താണ്, ബാക്കിയുള്ളവർ ചെയ്തോട്ടെ, ഞാനൊന്നും ചെയ്യുന്നില്ല, ബാക്കിയുള്ളവർ ചെയ്തോട്ടെ എന്ന് വിചാരിക്കുന്ന ടീമുകളാണ്. ഫ്രീ റൈഡേഴ്സ് മേ വർക്ക് ഹാർഡ് ഓൺ ദെയർ ഓൺ ബട്ട് ലിമിറ്റ് ദെയർ കോൺട്രിബ്യൂഷൻസ് ഇൻ ഗ്രൂപ്പ് സിറ്റുവേഷൻസ്. ദിസ് ഇസ് നോൺ ആസ് സോഷ്യൽ ലോഫിംഗ്. അതായത് ചില ആളുകൾ എന്തായിരിക്കും, അവർക്ക് പേഴ്സണലി കിട്ടിയ വർക്കുകളാണെങ്കിൽ അതൊക്കെ ഒരു ഹാർഡ് വർക്കായിട്ട് ചെയ്യും. പക്ഷേ ഗ്രൂപ്പ് വർക്ക് കിട്ടുന്ന സമയത്ത് പതുക്കെ നൈസായിട്ട് ഒഴിവാകും. എന്തായാലും ഗ്രൂപ്പ് വർക്ക് അല്ല, അത് അവർ ചെയ്തോട്ടെ, ഞാൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും എനിക്കതിൻ്റെ ക്രെഡിറ്റ് കൂടെ കിട്ടിക്കോളും, ആ ഒരു രീതിക്ക് എടുക്കുന്ന ആളുകളുണ്ട്. പിന്നെന്താ, ഇവാലുവേഷൻ അപ്രിഹെൻഷൻ.
Team members' perceptions can also create a negative group dynamic. Evaluation apprehension happens when people feel that they are being judged excessively harshly by other group members and they hold back their opinions as a result. അതായത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ ഇവാലുവേറ്റ് ചെയ്യും, മറ്റുള്ളവർ എന്നോട് ഹാർഷായ രീതിയിൽ ഞാൻ പറഞ്ഞത് വിഡിത്തരായി പൊയ്യും അതിന് കളിയാക്കും, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അടുത്ത് ഭയങ്കര ഹാർഷായ രീതിയിൽ പെരുമാറും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യും, സ്വയം നമുക്ക് പറയാനുള്ള ആ ഒരു സംഭവം അങ്ങോട്ട് വിഴുങ്ങും. അത്തരത്തിലുള്ള ആളുകളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇവാലുവേഷനെ കുറിച്ച് ആലോചിച്ചിട്ട് ടെൻഷനായിട്ട് അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അവനവന് പറയാനുള്ള കാര്യം പറയാത്ത വ്യക്തികൾ. ഓക്കെ, അപ്പോൾ ഇത്രയും തരത്തിലുള്ള റീസൺസ് എന്തുണ്ടെന്നാണ് പറയുന്നത്, പുവർ ഗ്രൂപ്പ് ഡൈനാമിക്സിന് കാരണമാവുന്നുണ്ട്. ഇനി എന്താണ് സ്ട്രാറ്റജീസ് ഫോർ ഇംപ്രൂവിങ് ടീം ഡൈനാമിക്സ്. ടീം ഡൈനാമിക്സ് ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള സ്ട്രാറ്റജീസ്. ഫസ്റ്റ് എന്താണ്, നോ യുവർ ടീം. നിങ്ങളുടെ ടീമിനെ മനസ്സിലാക്കുക. ആസ് എ ലീഡർ യു നീഡ് ടു ഗൈഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് യുവർ ഗ്രൂപ്പ്. So start by learning about the phases that the group goes through as it develops. When you understand these, you will be able to preempt problems that could arise, including issues with poor group dynamics. അതായത് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, നമ്മുടെ ഗ്രൂപ്പിൻ്റെ അവസ്ഥ അറ്റ് പ്രസൻറ്റ് എവിടെയാണ് നിൽക്കുന്നത്, ഏത് ഫേസിലാണ് നിൽക്കുന്നത്, അതേപോലെ തന്നെ എന്താണ് ഇനി ഡെവലപ്പ് ചെയ്യേണ്ടത്, ഏത് ഭാഗമാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, എന്ത് പ്രോബ്ലമാണ് അതിനകത്ത് റൈസ് ചെയ്യാൻ ചാൻസ് ഉള്ളത് എന്ന രീതിയിൽ നമ്മുടെ ടീമിനെ നമ്മൾ തന്നെ മനസ്സിലാക്കണം. Next, use Benesh's group roles to identify positive and negative group roles and to understand how they could affect the group as a whole. This will also help you plan how to deal with potential problems. അതേപോലെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, പോസിറ്റീവ് ഗ്രൂപ്പ് റോളുകൾ, നെഗറ്റീവ് ഗ്രൂപ്പ് റോളുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, അത്തരത്തിലുള്ള ക്യാരക്ടറുകളിൽ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ചിട്ട് അതിനെ സെറ്റ് ചെയ്തെടുക്കുക. ഇനി എന്താ, ടാക്കിൾ പ്രോബ്ലംസ് ക്വിക്ക്ലി. പ്രശ്നങ്ങളെ വളരെ ക്വിക്കായിട്ട് തന്നെ എന്താ പറയുക സെറ്റാക്കി എടുക്കുക. ഇഫ് യു നോട്ടീസ് ദാറ്റ് വൺ മെമ്പർ ഓഫ് യുവർ ടീം ഹാസ് അഡോപ്റ്റഡ് എ ബിഹേവിയർ ദാറ്റ്സ് എഫക്റ്റിംഗ് ദി ഗ്രൂപ്പ് അൺഹെൽപ്ഫുള്ളി, ആക്ട് ക്വിക്ക്ലി ടു ചാലഞ്ച് ഇറ്റ്. Provide feedback that shows your team member the impact of her actions and encourage her to reflect on how she can change her behavior. ഏതെങ്കിലും ഒരു മെമ്പറുടെ പെരുമാറ്റം എന്തെങ്കിലും തരത്തിൽ നമുക്ക് നെഗറ്റീവായിട്ട് നമ്മുടെ ഗ്രൂപ്പിന് അല്ലെങ്കിൽ നമ്മുടെ വർക്കിനെ ബാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഇമ്മീഡിയറ്റ് ആയി തന്നെ ഇടപെടുക, അയാളോട് സംസാരിക്കുക, അയാളോട് ഫീഡ്ബാക്ക് വാങ്ങിക്കുക, എന്താണ് ഇങ്ങനെ പെരുമാറാൻ കാരണം, അല്ലെങ്കിൽ ഇതിൽ ഇന്ന രീതിയിൽ നീ ചേഞ്ചസ് വരുത്തേണ്ടതുണ്ട് എന്നുള്ള രീതിയിൽ അവരോട് പറയാം. ഡിഫൈൻ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഓരോരുത്തരുടെയും റോൾസും റെസ്പോൺസിബിലിറ്റീസും ഡിഫൈൻ ചെയ്യുക. Teams that lack focus on direction and quickly develop poor dynamics as people struggle to understand their role in the group. Create a team charter defining the group's mission and objective and everyone's responsibilities as soon as you form a team. Make sure that everyone has a copy of the document and remind people of it regularly. ചിലർക്ക് ഞാൻ എന്ത് റോൾ അതിൽ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാത്തവരുണ്ടായിരിക്കും. അതിന് എന്താണ് ടീം, ആ ടീമിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, മിഷൻ എന്താണ്, ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി എന്താണ് എന്നത് കറക്റ്റായിട്ട് എല്ലാവരെയും അറിയിക്കുക. അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഒരു കോപ്പി എല്ലാവർക്കും കൊടുക്കുക. അത് റെഗുലറായിട്ട് റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ബ്രേക്ക് ഡൗൺ ബാരിയേഴ്സ്. Use team building exercises to help everyone get to know one another, particularly when new members join the group. These exercises ease new colleagues into the group gently and also help to combat the black sheep effect, which happens when group members turn against people they consider different. അതായത് പുതിയൊരാൾ വരുന്ന സമയത്ത് അയാൾ അതിനെ എന്ത് ചെയ്യുക, എല്ലാവരും മുന്നിൽ കറക്റ്റായ രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അവർക്ക് ഇവരുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഇവരെ എന്നൊരു വേറെ കാണുന്ന സ്വഭാവം ഉണ്ടാവില്ല. അതായത് പുതുതായിട്ട് വന്ന ആളെ എപ്പോഴും ബാക്കിയുള്ള ആളുകൾ സെറ്റായിരിക്കും. അതിലേക്ക് പുതുതായിട്ട് ഒരാൾ വരുമ്പോൾ എന്താണ്, ഇയാൾ ഭയങ്കര വെറൈറ്റി ആണല്ലോ, ഇയാൾ നമ്മളോട് ഒത്തുപോകില്ല എന്നൊരു തോന്നൽ വരും. അതാണ് ബ്ലാക്ക് ഷീപ്പ് എഫക്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കണം. അപ്പോൾ ആ ഒരു സംഭവം ഒഴിവാക്കാനുള്ള കാര്യം പറയണം. Also explain the idea of the Johari window to help people open up. Lead by example. Share what you hope the group will achieve along with safe personal information about yourself such as valuable lessons that you have learned. അതേപോലെ തന്നെ നമുക്ക് വളരെ ക്ലിയർ ആയ രീതിയിൽ എന്താണ് ഈ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൽ നിന്നും ഹോപ്പ് ചെയ്യുന്നത് എന്ന കാര്യങ്ങളെക്കുറിച്ച് ഐഡിയ ഉണ്ടാക്കി കൊടുക്കണം. ഫോക്കസ് ഓൺ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ കാര്യത്തിലും. Open communication is central to good team dynamics, so make sure that everyone is communicating clearly. Include all of the forms of communication that your group uses, emails, meetings and shared documents, for example, to avoid any ambiguity. വളരെ ക്ലിയർ ആയ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്താണ് ഓരോരുത്തർക്കും ക്ലിയർ ആയിട്ട് പറയാനുള്ളത് എന്നത് വളരെ വ്യക്തമായ രീതിയിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അപ്പോൾ എന്താണ് അത്, ഇമെയിൽ ആയിട്ടോ മീറ്റിംഗ്സ് ആയിട്ടോ ഷെയർ ഡോക്യുമെൻറ്റ്സ് ആയിട്ടോ ഒക്കെ അത് അവ്യക്തത ഇല്ലാത്ത രീതിയിൽ മറ്റുള്ളവരിലേക്ക് കാര്യം എത്തിക്കണം. If the status of the project changes or if you have an announcement to make, let people know as soon as possible. That way you can ensure that everyone has the same information. എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ പുതിയതായിട്ട് കൊടുക്കാറുണ്ട്, പ്രൊജക്റ്റിൽ മാറ്റം വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും അനൗൺസ്മെൻറ്റ് ഉണ്ടോ, അത് എത്രയും പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർക്ക് എല്ലാ ഇൻഫോർമേഷനും കിട്ടിയെന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. Opinionated team members
can overwhelm their quieter colleagues in meetings. Where this happens, use techniques such as Crawford's slip writing method and make sure that you develop strong facilitation skills. അപ്പോൾ സൈലൻ്റ് ആയിട്ടുള്ള ആളുകൾക്കും അതേപോലെ തന്നെ ബാക്കി ഇനാക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകൾക്കും എല്ലാം ഒരുപോലെ സംസാരിക്കാനും അവരുടെ എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇൻക്രീസ് ആക്കി എടുക്കാനും തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട്. Pay attention. Watch out for the warning signs of poor group dynamics. Pay particular attention to frequent unanimous decisions, as these can be sign of groupthink, bullying or free riding. If there are frequent unanimous decisions in your group, consider exploring new ways to encourage people to discuss their views or to share them anonymously. എപ്പോഴും എന്ത് ചെയ്യുക, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഡൈനാമിക്സ് ഡെവലപ്പ് ആവുന്നുണ്ടോ എന്നത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും എല്ലാവരും ഒരേപോലെ തന്നെ ഒരേ വിഷയത്തിൽ ഒരേ രീതിയിൽ യാതൊരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ ഒരു എന്താ പറയുക വേറെ ഒപ്പീനിയൻസ് ഒന്നും ഇല്ലാതെ അക്സെപ്റ്റ് ചെയ്തെടുക്കുകയാണ് സ്ഥിരം അങ്ങനെ വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുക. കാരണം ഇതിൽ ചിലപ്പോൾ ഒരുപാട് പേര് അതിനകത്ത് ഇനാക്റ്റീവായിട്ടിരിക്കുന്നുണ്ടാവും. ഒരൊറ്റയുള്ള അഭിപ്രായം മാത്രമായിരിക്കും മുന്നോട്ട് വരുന്നത്, അതിനെല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടോ എന്നത് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരെയും പേഴ്സണൽ ഒപ്പീനിയൻ സെപ്പറേറ്റ് ആയിട്ട് പ്രൈവറ്റ് ആയിട്ട് നമ്മൾ കളക്ട് ചെയ്യണം. Key points. The term group dynamics describes a way in which people in the group interact with one another. When dynamics are positive, the group works well together. When dynamics are poor, the group's effectiveness is reduced. നമ്മൾ പറഞ്ഞു ഗ്രൂപ്പ് ഡൈനാമിക്സ് പോസിറ്റീവ് ആണെങ്കിലാണ് ബെറ്റർ ആവുള്ളൂ. Problems can come from weak leadership, too much difference to authority, blocking, groupthink and free riding among others. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ്സ് ആണ്. അതിനൊന്നും ഷോർട്ടാക്കി പറയണതാണ് കേട്ടോ. ടു സ്ട്രെങ്തൻ യുവർ ടീംസ് ഡൈനാമിക്സ് യൂസ് ദ ഫോളോയിങ് സ്ട്രാറ്റജീസ്. ഇത് നമ്മൾ പറഞ്ഞു, നമ്മുടെ ടീമിനെ കുറിച്ച് അറിയണം, പ്രശ്നങ്ങൾ കണ്ടിട്ട് കറക്റ്റായിട്ട് അപ്പം തന്നെ ഇടപെടണം, ഓരോരുത്തരുടെയും റോൾസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം, എന്തെങ്കിലും ബാരിയേഴ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം തകർക്കണം, അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആയിരിക്കണം, എപ്പോഴും നമ്മൾ അറ്റൻഷൻ ഉണ്ടായിരിക്കണം എന്താണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ അവസ്ഥ എന്നുള്ളത്. Keep in mind that observing how your group interacts in an important part of your role as a leader. Many of the behaviors that lead to poor dynamics can be overcome if you catch them early. മുൻകൂട്ടി കണ്ടുപിടിക്കുകയാണെങ്കിൽ പല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും നമുക്ക് അത് poor dynamicsൻ്റെ പല കാരണങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് ഇതിനകത്തുള്ള ടെക്സ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ചാപ്റ്ററിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്